ഹലോ, ഇന്ന് നല്ല മഴയാണ് ഇവിടെ. എല്ലാവിടവും മഴയുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. സ്കൂൾ അങ്ങോട്ട് തുടങ്ങിയോടുകൂടി നല്ല മഴയാണ്. രാവിലെ ഒന്നും എണീക്കാനേ പറ്റുന്നില്ല. രാവിലെ അത്ര തണവും നല്ല രസമുള്ള ക്ലൈമറ്റാണ് ഇപ്പം. മൂടി പൊതച്ചങ്ങോട്ട് കിടക്കാൻ തോന്നും, എണീക്കാനും തോന്നൂല. അപ്പോൾ ഇന്ന് എനിക്ക് 2 കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിമീൻ ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തേണ് കേട്ടോ. കരിമീൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ മസാല കൂട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എന്ന് വെച്ചാൽ ചതച്ചാണെങ്കിലും ഇടാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും നാരങ്ങ നീരും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നാരങ്ങ അതിലേക്ക് തന്നെ ഇട്ടിട്ടാ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി പേസ്റ്റ് പോലാക്കി എന്നിട്ട് നന്നാക്കി വെച്ചിരുന്ന കരിമീനിലേക്ക് ഞാൻ ആ മസാലയൊക്കെ തേച്ച് തേച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഒരു ഇച്ചിരി നേരമൊക്കെ ഒന്ന് വെച്ചിട്ട് പൊരിച്ചാൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സ്വതവേ ചെയ്യാറ്. അത് നല്ല എന്താ പറയുക, മസാലയൊക്കെ അതിൽ പിടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക. എന്നാലും നിങ്ങൾ ഇങ്ങനെ കരിമീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ വെക്കാൻ താല്പര്യമുള്ളവരൊക്കെ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എണ്ണയൊക്കെ ചൂടായി. അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണത്. കരിമീനൊക്കെ ഇട്ട് എന്നിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വെച്ചൊക്കെ ഒന്ന് വേവിച്ചിട്ട് 2 ഭാഗവും. കരിമീൻ ഫ്രൈ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ? നല്ല രസമുണ്ട് കാണാൻ തന്നെ. എന്നിട്ട് ഞാൻ അടുത്ത 2ാമത്തെ മീനും ഇട്ട് പൊരിച്ചെടുത്ത് അപ്പോൾ 2 മീനും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സെർവ് ചെയ്ത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഗാർണിഷ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ 2 നാരങ്ങ ഒക്കെ വെച്ച്. അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ സവാളയൊക്കെ കൂട്ടി നല്ല രസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. പിന്നെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.